ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ 26 ശ്ലോകങ്ങളുടെ അർത്ഥം നമ്മൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഭഗവതിയുടെ ധ്യാനം, അതും നമ്മൾ അർത്ഥം സഹിതം നോക്കി. ഒരു ലൗകിക ജീവി, അതായത് അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, ബന്ധുക്കൾ, ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളിലൂടെ ജീവിക്കുന്ന ജീവികളാണ്, മനുഷ്യരാണ് ലൗകിക ജീവികൾ. അങ്ങനെയുള്ള മനുഷ്യർക്ക് ധാരാളം ലൗകികപരമായ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ആവശ്യങ്ങളും ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് ഓരോ ലൗകിക ജീവികളും അംബികയെ ലളിതാ സഹസ്രനാമം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ലൗകികപരമായ ആഗ്രഹങ്ങൾ അംബിക സാധിച്ചു തരും എന്നാണ് വിശ്വസിക്കുന്നത്. ധാരാളം ജനങ്ങൾക്ക് അവരുടെ നിത്യദുരിതങ്ങൾ ലളിതാ സഹസ്രനാമ ജപത്തിലൂടെ മാറിയിട്ടുണ്ട്. അത്ര ഭക്തവത്സലയാണ് അംബിക. ഇനി നമുക്ക് നവരാത്രി വരുന്നുണ്ട്, വരാഹി നവരാത്രി. വീഡിയോ ഇട്ടിരുന്നു, കേൾക്കാത്ത എല്ലാവരും അത് കേൾക്കണം. ആ 9 ദിവസവും അമ്മയെ പ്രാർത്ഥിക്കണം. വിശദമായ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ, അത് കിടപ്പുണ്ട്. ആ 9 ദിവസവും നമുക്ക് കുറേശ്ശെ ഭഗവതിയുടെ കഥകളൊക്കെ പറഞ്ഞ് നാമം ജപിച്ച് മുമ്പോട്ട് പോകാം. ഇന്ന് നമ്മൾ 27ാമത്തെ ശ്ലോകമാണ് നോക്കുന്നത്. നിജസല്ലാപമാധുര്യ വിനിർഭത്സിത കച്ഛപി. എന്താണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം? തൻ്റെ സല്ലാപമാധുര്യം കൊണ്ട് കച്ഛപിയെ വിനിർഭത്സിക്കുന്നവൾ എന്നാണ് അർത്ഥം. കച്ഛപി എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? സരസ്വതീ ദേവിയുടെ കയ്യിലുള്ള വീണയാണ് കച്ഛപി. ആ വീണ മനോഹരമായ സ്വരമാധുര്യമാണ് പുറപ്പെടുവിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ വീണയാണ് സരസ്വതീ ദേവി പ്രദോഷ സമയത്ത് ആ സന്ധ്യാകാലത്തിൽ മീട്ടിയത്. അങ്ങനെ സരസ്വതീ ദേവിയുടെ കച്ഛപി എന്ന വീണയുടെ സ്വരമാധുര്യത്തെ നിന്ദിക്കുന്നവൾ, ഇവിടെ നിന്ദിക്കുന്നവൾ എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ സ്വരമാധുര്യമാണ്. എന്തിന്? ദേവിയുടെ സല്ലാപത്തിന്. അതായത് ഭഗവതിയുടെ ആ ശബ്ദം സരസ്വതീ ദേവിയുടെ വീണയുടെ ശബ്ദമാധുര്യത്തേക്കാൾ വലുതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ 2 ശബ്ദങ്ങളും തമ്മിലുള്ള താരതമ്യമൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത്. നമ്മൾ പറയത്തില്ലേ, പാലിനേക്കാൾ നല്ല വെളുത്ത നിറം എന്ന് പറയും, അല്ലെങ്കിൽ പാലിനെ തോൽപ്പിക്കുന്ന നിറം. ഇങ്ങനെ പറയുന്നത് കൊണ്ട് പാല് മോശമാണെന്നാണോ അർത്ഥം? അല്ലെങ്കിൽ പാലിൻ്റെ നിറം അല്പം മങ്ങിപ്പോയി എന്നാണോ അർത്ഥം? അല്ല. നമ്മൾ പറയുമ്പം അങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആ നിറത്തിനെ ഇങ്ങനെ കൂടുതലൊന്ന് പുലിപ്പിച്ച് പറയുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവതിയുടെ സല്ലാപം, ഭഗവതിയുടെ ആ വർത്തമാനങ്ങൾ, ശബ്ദങ്ങൾ, സ്വരമാധുര്യം സരസ്വതീ ദേവിയുടെ വീണയായ കച്ഛപിയുടെ സ്വരത്തിനേക്കാൾ മികച്ചതാണ് എന്ന് പറയുന്നു. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അർത്ഥം മനസ്സിലാക്കി ജപിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലസിദ്ധി ഒന്നുകൂടി വർദ്ധിക്കും.
നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് അടുത്ത ചൊവ്വാഴ്ച അന്ന് നോക്കാം. ഹരേ കൃഷ്ണ.